ഈ ചിത്രത്തിൽ 62, 63, 64, 65 എന്നീ രേഖകൾ അതിൻ്റെ മൂല്യം കിഴക്കോട്ട് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈസ്റ്റിങ്സ് എന്ന് പറയാം. ഇപ്പം ഈസ്റ്റിങ്സ് 62, 63, 64, 65. മറ്റ് നോർത്തിങ്സിലേക്ക് പോകാം. ഈ രേഖ 2ആണ്. ഇത് 03, 04, 05. ഈ രേഖയുടെ മൂല്യം വടക്കോട്ടാണ് കൂടി വരുന്നത്. അതുകൊണ്ട് ഈ രേഖകളെ നോർത്തിങ്സ് എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ഒരു 3 വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ത്രികോണാകൃതിയിൽ കാണുന്നത് കുഴൽക്കിണറിനെ സൂചിപ്പിക്കുന്നു. ഈ കുഴൽക്കിണറിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ഈസ്റ്റിങ്സ് ആണ്. 63 ഇവിടെ എഴുതി, 63 എഴുതി. ഇനി അതിൻ്റെ സെക്കൻഡറി വാല്യൂ കാണാൻ വേണ്ടി 63-ന് ശേഷം എത്ര ലൈനുകൾ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. അപ്പോൾ 63 കഴിഞ്ഞ് 6ാമത്തെ സെക്കൻഡറി വാല്യൂവിലാണ് ഈ ഒബ്ജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 63, 6. ഇനി അതുപോലെ തന്നെ നോർത്തിങ്സിലേക്ക് പോകുമ്പം 10 വരകൾ വരയ്ക്കാം ഇതിനിടയിൽ. 1, 2, 3. അപ്പം 3, 03 ആദ്യം എഴുതുന്നു. ഈ ലൈനാണ് 03. 03 കഴിഞ്ഞതിന് ശേഷം 1, 2, 3 മൂന്നാമത്തെ ലൈനിലാണ്. അതുകൊണ്ട് 03, 3. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ വായിക്കാം: 63, 6, 03, 3. ഇതാണ് ഈ ഒരു കുഴൽ കിണറിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, 6 പോയിൻ്റ് ഗ്രിഡ് റെഫറൻസ് അനുസരിച്ചുള്ള. ഇവിടെ 6 പോയിൻ്റാണ്. 1, 2, 3, 4, 5, 6. അപ്പം 6 ഡിജിറ്റ് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് 6 പോയിൻ്റ് ഗ്രിഡ് റെഫറൻസാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ ഇതിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേസമയം ഇത് നോക്കുക, ഒരു വലിയ ഒബ്ജക്റ്റാണ്. ഇതൊരു കോട്ടയാണ്. ഈ കോട്ടയുടെ സ്ഥാനം കാണുന്നതിന് വേണ്ടി 6 പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയില്ല. പകരം 4 പോയിൻ്റാണ്. അപ്പോൾ 4 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് 64. ഈസ്റ്റിങ്സ് ആദ്യം എഴുതുന്നു. 64 എന്ന് പറയുന്ന അതിൻ്റെ ഈസ്റ്റിങ്സ് എഴുതി. ഇനി അതിൻ്റെ നോർത്തിങ്സ് 04. ഇതാണ് ഈ ലൈനിന് ശേഷമായതുകൊണ്ട് 04. അപ്പോൾ 64, 04 ഈ കോട്ടയുടെ ഗ്രിഡ് റെഫറൻസ്. ഇത് 4 പോയിൻ്റ് ഗ്രിഡ് റെഫറൻസ് എന്ന് നമുക്ക് പറയാം.